പ്രിയ സഹോദരങ്ങളെ, പരമാർത്ഥി കുഞ്ഞാമനോടൊപ്പമാണ് നമ്മൾ വീണ്ടും നിൽക്കുന്നത്. പരമാർത്ഥി കുഞ്ഞാമനോടൊപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കല്ലേ, എന്നോടൊപ്പം ഇരിക്കുന്നത് പരമാർത്ഥി കുഞ്ഞാമൻ്റെ കഥാകൃത്താണ് ഷിബു ബാലൻ മേൽക്കടയ്ക്കാവൂർ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെയാണ് അദ്ദേഹം പരമാർത്ഥി കുഞ്ഞാമൻ എന്ന ചെറുകഥ പുസ്തകത്തിലൂടെ മാലോകരെ അറിയിക്കാനായിട്ട് ശ്രമം നടത്തുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഒരു കഥ, അത് വളരെ ചിന്തനീയമായൊരു കഥയാണ്. ആ കഥ ഇങ്ങനെയാണ്. കുഞ്ഞാമന് ഒരു ഇച്ചിരി ബുദ്ധി കുറവുള്ള, വലിയ പരിജ്ഞാനമോ സാമൂഹിക പരിജ്ഞാനമോ ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് കുഞ്ഞാമൻ എന്ന് പറയുന്നത്. ഒരു പാവം പിടിച്ച സാധു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് കപ്പയോ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റർ അങ്ങോട്ട് കയറി വരുന്നത്. പാസ്റ്ററെ വിളിച്ചിരുത്തി ലോഹ്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ കുഞ്ഞാമൻ കഴിച്ചുകൊണ്ടിരുന്ന കപ്പ, കുഞ്ഞാമൻ്റെ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കുഞ്ഞാമൻ പാസ്റ്റർക്ക് നീട്ടി. അപ്പോൾ പാസ്റ്റർ പെട്ടെന്ന് ക്ഷോഭിച്ചിട്ട് പറയും, കുഞ്ഞാമ, നിനക്ക് സാമാന്യ ബുദ്ധിയില്ലേ? നീ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരമാണോ നീ എനിക്ക് തരുന്നത്? ഞാൻ ആരുടെയും ഉച്ഛിഷ്ടം കഴിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ ആരും കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാറില്ല എന്ന് നിനക്ക് അറിയില്ലേ? ഞാനൊരു കർത്തൃദാസനല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുഞ്ഞാമനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാമൻ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്ക മനസ്സോടെ അദ്ദേഹം ചോദിച്ചു, അയ്യോ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കർത്തൃമേശ നടത്തിയപ്പം പാസ്റ്റർ തന്നെയല്ലേ പറഞ്ഞ് നമ്മളെല്ലാവരും ഒരപ്പത്തിൻ്റെ അംശയാണ്, ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരാണ്, നമ്മൾ ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നു, ഒരപ്പത്തിൽ നിന്ന് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എന്നുള്ള സംശയം കുഞ്ഞാമ, നിനക്ക് സാമാന്യ ബോധമില്ലേ? കർത്തൃമേശയിൽ അങ്ങനെ പലതും പറയും, പക്ഷേ അങ്ങനെയാണോ ജീവിതം? ഇത് പറഞ്ഞപ്പോൾ കുഞ്ഞാമൻ സകല നാടിഞരമ്പുകളും സ്തബ്ധമായിട്ട് ഇരുന്നു പോകുന്നൊരു കാഴ്ച. എനിക്ക് കഥ വായിച്ചപ്പോൾ വളരെ രസം തോന്നി. നമ്മളൊക്കെ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പം എല്ലാ ജാതി വിഭാഗങ്ങളും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടിയാൽ, ഞാനിപ്പോഴും ഓർക്കുന്നൊരു പേരയ്ക്കായി ഒരെണ്ണം കിട്ടിയാൽ അത് ഒരുത്തൻ കടിച്ചേച്ച് അടുത്തവന് കൊടുക്കും, അവനും കടിച്ചിട്ട് അടുത്തവന് കൊടുക്കും. അങ്ങനെ ഞങ്ങളെല്ലാം മാറി മാറി ഒരു പേരയ്ക്കാ തിന്നിട്ടുള്ള അതിൻ്റെ കഥകളൊക്കെ ഓർമ്മയുണ്ട്. എന്ത് കിട്ടിയാലും എല്ലാവരും കഴിക്കും. ഇനി ഭക്ഷണം കഴിക്കാനിരുന്നാലും പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി കഴിക്കുക. അത് കോളേജിൽ പഠിക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ലോക ജീവിതത്തിൽ പലരും ചെയ്തു വരുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ പലരും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ആത്മീയരെന്ന് വിവക്ഷിക്കുന്നവർ ഇക്കാര്യങ്ങൾ ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം കർത്തൃമേശയിലാണ്. കർത്തൃമേശയിൽ കാണിക്കുന്ന ഈ പങ്കിടിൽ ഒരിക്കലും ഇവർ ജീവിതത്തിൽ അത് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ സത്യം കിടപ്പുണ്ടല്ലോ എന്ന് ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. ഈ കഥ ഇങ്ങനെ എഴുതാൻ താങ്കൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നോ? ഈ കഥ എഴുതാനുണ്ടായത് ഇത് തന്നെയാണ് അനുഭവം. അതുകൊണ്ട് നമ്മളിപ്പോൾ ബ്രദർ പറഞ്ഞ പോലെ നമ്മളെയൊക്കെ കുഞ്ഞുനാളിൽ നമ്മളൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ജനിച്ചു കൊണ്ടുവന്നത് ഗ്രാമീണന്മാരാണ്. ഞാനും അതെ, ബ്രദറും അതെ. അപ്പം നമ്മുടെ കൊച്ചുനാളിൽ നമ്മളെ എല്ലാ വീടുകളിലും പോവും. എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള വീടുകളിലൊക്കെ നമ്മൾ പോവും. ചിലപ്പോഴൊക്കെ ചെല്ലുമ്പോൾ ഉച്ചഭക്ഷണ സമയമായിരിക്കും. ഉച്ചഭക്ഷണ സമയമാകുമ്പോൾ അവിടെ ഗൃഹനാഥൻ, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛനോ മാമനോ അമ്മാവനോ ഒക്കെ ആയിരിക്കും. എന്തായാലും നമ്മൾ ആ മാമ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അപ്പൂപ്പ എന്ന് വിളിക്കുന്ന ആൾക്കാരായിരിക്കും. അദ്ദേഹം ഊണ് കഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെന്നാലോടെ മൃതൻ്റെ അനുഭവം. മാമ എന്നൊക്കെ വിളിക്കുന്നവർ തിരുവനന്തപുരം സൈഡാണ്. തിരുവനന്തപുരം സൈഡിൽ മിക്കവാറും എല്ലാവരും പ്രായമുള്ളവരെ മാമ. ചെങ്ങന്നൂര് മധ്യ തിരുവിതാംകൂറിലാകുമ്പോൾ അച്ചായ എന്നൊക്കെ ആയിരിക്കും, വല്യപ്പച്ച അച്ചായ എന്നായിരിക്കും. അങ്ങനെ നമ്മൾ ഔപചാരികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബഹുമാനപൂർവ്വം വിളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവർ നമ്മളെ കാണുമ്പോൾ ചെയ്യുന്നൊരു പണിയുണ്ട്. ഏത് വീടായിരുന്നാലും ശരി, മോനെ ഇങ്ങ് വാടാ എന്ന് പറഞ്ഞിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിൽ നിന്നൊരു ഉരുള കിട്ടും. പ്രധാന ഓർമ്മയുണ്ടോ? അത് ആ ഒരു ഉരുള കഴിച്ചു എന്ന് പറയുന്നത് നമ്മൾ വളരെ ഭവ്യതയോടെ അത് മേടിച്ച് ആ ഒരു പാരമ്പര്യത്തിലാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പോൾ പിന്നീട് ഈ കർത്താവിൻ്റെ സഭയിലോട്ടൊക്കെ വരുമ്പോൾ തിരുമേശ സമയത്ത് പലപ്പോഴും ഈ കോവിഡ് ടൈമിലൊക്കെ, എനിക്കിത് ഈ കഥ എഴുതാനുണ്ടായൊരു സാഹചര്യമാണ് ഞാൻ പറയുന്നത്. കോവിഡ് ടൈമിൽ ഈ സെപ്പറേറ്റ് ഗ്ലാസുകളും കപ്പുകളും ഒക്കെ ചിലയിടത്തൊക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിന് ചിലപ്പോൾ അതിനെ ചിലപ്പോൾ വിമർശിച്ചൊക്കെ പല ആൾക്കാർ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഈ കർത്തൃമേശ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, ഒരു അപ്പത്തിൻ്റെ അംശികളാണ്, ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കണം, ഒരേ അപ്പം തന്നെ ആദ്യകാലങ്ങളിൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതേ പാസ്റ്റർ തന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഒരു പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിക്കാന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? അതൊക്കെ ശരിയല്ലേ? കർത്തൃമേശയിലാകാം. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, എന്താണെന്നറിയാമോ? ഇമ്പോസിബിളായിട്ടുള്ള, നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യം നമ്മുടെ നാട്ടിൻപുറത്ത് ആരെങ്കിലും പറഞ്ഞാൽ, അവിടെ മധ്യ തിരുവിതാംകൂറിൽ ചെങ്ങന്നൂരും തിരുവല്ലയിലും ഒക്കെ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല, എൻ്റെ നാട്ടിൽ പറയും, എന്തെങ്കിലും ഒരു നടക്കാത്ത കാര്യം നമ്മൾ പറഞ്ഞാൽ നീ പോയി പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയും.
ഓ, നടക്കാത്ത കാര്യം പള്ളിയിൽ നടക്കാതെ ഇതൊക്കെ അവിടെ നടക്കത്തുള്ളൂ. ഈ പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയുന്നതിന് കാര്യം പള്ളി പറയുന്ന പല കാര്യങ്ങളും നടക്കുന്ന ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ പറയേണ്ട സ്ഥലം പള്ളിയാണ്. നമ്മൾ കർത്തൃമേശയിലൊന്നും ആലോചിച്ച് ഇതൊന്ന് കുറിച്ചിട്ടോ കഥാകൃത്ത് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് നീ പള്ളി പോയി പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമേ പള്ളി പറയാം. ജീവിതത്തിൽ നടക്കാത്ത കാര്യമാണ്, പക്ഷെ എവിടെ പറയാൻ കൊള്ളാം പള്ളി പറയാം. അത് ശ്രദ്ധിച്ചോളാം. അതുപോലെയാണ് ഈ കർത്തൃമേശയുടെ. കർത്തൃമേശയിൽ ഇങ്ങനെ ഞങ്ങൾ ഒരു അപ്പന്റെ മക്കളാണ്, ഒരു അപ്പത്തിന്റെ അംശികളാണ്, ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാവൂ എന്നൊക്കെ പറഞ്ഞാൽ പള്ളി വിട്ട് പിരിഞ്ഞാൽ അവരെല്ലാം പല അപ്പന്റെ മക്കളാണ്. നടക്കാത്ത കാര്യം പള്ളിയിലും പല അപ്പത്തിന്റെ അംശികളാണ്. ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ ആഹാരം കഴിക്കാനുള്ള മനസ്സ് പിന്നീടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പാസ്റ്ററോട് പറഞ്ഞു നോക്കിയേ, ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ പാസ്റ്റർ ഞാൻ കപ്പയും മീൻ ബ്രദർ കഴിക്കും, ഞാനും ബ്രദറും ഒരേ പ്ലേറ്റിൽ നിന്നാണ് കഴിക്കുന്നത്. നമ്മൾ ചെറുപ്പം ശീലിച്ചുകൊണ്ട്. പക്ഷേ അല്ലാതെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. പല പാസ്റ്റേഴ്സിനും അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പൊതുവേ എൻ്റെ വീട്ടുകാരടക്കം പറയാറുണ്ട് ഞാനൊരു ഇത്തിരി പൊട്ടനാണ്. ഇത്തിരി പൊട്ടനാണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്നാൽ ഞാനില്ല നമ്മൾ പഴയ വളർന്നു വന്ന സാഹചര്യം കൊണ്ടാണ് അത് ഇങ്ങനെ കൾച്ചറില്ല എന്ന് പറയും. കൾച്ചർലെസ് ഫെലോ. അപ്പോൾ ഈ നമ്മളെ കൾച്ചറലെസ് ഫെലോ ആക്കി പഠിപ്പിക്കുന്നത് കർത്തൃമേശയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിലോ നമ്മുടെ സാമൂഹിക ജീവിതത്തിലോ കാണിച്ചാൽ പറയും കൾച്ചറലെസ് ഫെലോ എന്ന് പറയും. ആ ഒരു ഇരട്ടത്താപ്പിനെയാണ് ഞാൻ ഈ കഥയിലൂടെ അത് ഇതിനകത്ത് കുഞ്ഞാവ നിനക്കാനുള്ള പരിജ്ഞാനം വേണ്ടേ? ഇപ്പോൾ പരിജ്ഞാനം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് പരിജ്ഞാനം എന്ന് പറയുന്നത്. ആ പരിജ്ഞാനം ഇല്ലാത്തതിൻ്റെ പേരാണ് നേരത്തെ പറഞ്ഞത് ഇത്തിരി പൊട്ടൻ, കൾച്ചറലെസ് ഫെലോ. അപ്പോൾ അത് ആ പരിജ്ഞാനം സമൂഹത്തിന് മാന്യത. വാക്കുകൾ വളരെ കറക്റ്റ് കേട്ടോ. കർത്തൃമേശ സമയത്ത് അങ്ങനെ പലതും പറയും കുഞ്ഞാമ, എന്നാലും നിനക്ക് അതിനുള്ള പരിജ്ഞാനം. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ പള്ളി പറയുന്നതൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് ബ്രദർ തിരിച്ചറിയുന്നതിനാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. കർത്തൃമേശ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ എന്ന തിരിച്ചറിവിനാണ് പരിജ്ഞാനം. ഒരു സൈഡിൽ അടിച്ചാൽ മറു സൈഡ് കാണിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പള്ളി പ്രസംഗിക്കും, പക്ഷെ ബ്രദറിനെ ഒരാൾ അടിച്ചാൽ ബ്രദർ തിരിച്ചു കൊടുക്കണം എന്ന് മനസ്സിലാക്കുന്നതാണ് ബ്രദർ പരിജ്ഞാനമുള്ളാവുന്നത്. ഇതിൻ്റെ അനുബന്ധം എഴുതിയിരിക്കുന്നത് നോക്കി. അനുബന്ധം എഴുതിയിരിക്കുന്നത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ്റെ അംശികളാകുന്നുവല്ലോ. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ഈ വാക്യമാണ് അനുബന്ധമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വാക്യം വളരെ പ്രസക്തമായൊരു വാക്യമാണ്. ക്രൈസ്തവ സഭയ്ക്ക് ഇന്നും വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വാക്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യം ചർച്ചിനകത്തല്ല, ചർച്ചിനകത്ത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ചർച്ചിനകത്ത് മാത്രം കാണുകയും പുറത്തു വരുമ്പോൾ ഇതിന് യാതൊരു പ്രസക്തിയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതി ആണ് ഇന്ന് നിലനിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഷജം ബ്രദർ പ്രസംഗിക്കുന്ന വാക്യങ്ങൾ, ബൈബിൾ വചനങ്ങൾ അതുപോലെ താങ്കൾ ജീവിതത്തിൽ പകർത്തിയാൽ താങ്കൾ പരിജ്ഞാനമില്ലാത്തവനാവും, കൾച്ചർലെസ് ഫെലോയാവും, ഇത്തിരി പൊട്ടനാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഇത്തിരി പൊട്ടനായി പരമാർത്ഥി കുഞ്ഞാണ്. എൻ്റെ ദാസനെ പോലെ ആ സമയത്താണ് ഈ വാക്യമൊക്കെ ഓർമ്മ. എന്തായാലും സഹോദരങ്ങളെ, ഈ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചർച്ചിനകത്ത് ഒരപ്പത്തിൻ്റെ അംശിയാണെന്നൊക്കെ പറയും, പക്ഷേ പുറത്ത് നമ്മളൊരാൾ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ പങ്കിട്ട് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രംഗം ഉണ്ടായാൽ അത് എന്തോ ഒരു മോശം സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥകളിലേക്ക് ഇന്ന് ഈ പറയുന്ന വേർപെട്ട സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളെയും ഷെയർ ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.